നമസ്കാരം. യുവാക്കളുടെ പുതുമുഖങ്ങളുടെ ഒക്കെ പോരാട്ടം നടക്കുന്ന ആലത്തൂർ മണ്ണിന്റെ പോർക്കളത്തിലാണ് നമ്മളിപ്പോൾ. UDF സ്ഥാനാർത്ഥി ശ്രീ NK സുധീർ, LDFന്റെ സ്ഥാനാർത്ഥി PK ബിജു, ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി M ബിന്ദു എന്നിവരാണ് ഇവിടെ പ്രധാനമായും മാറ്റിവെക്കുന്ന സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ആദ്യം തന്നെ ചർച്ചയിലേക്ക് പോകാം. ബിജുവിൽ നിന്ന് തുടങ്ങാം. ബിജു ഈ മണ്ഡലത്തിലെ ഒരാളല്ല, ഈ മണ്ഡലത്തിലേക്ക് വന്നു മത്സരിക്കുന്നു. പക്ഷേ ഒട്ടേറെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബിജു ഈ മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പുതുമുഖമാണ് എങ്കിൽ കൂടി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഇതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? ഇതിൽ നിന്നും താങ്കൾക്കുണ്ടായ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? ഒന്ന്, ആലത്തൂർ നിയോജക മണ്ഡലം പഴയ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ ഭാഗവും പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ കുറച്ച് ഭാഗം ചേർന്നതാണ്. പ്രധാനമായും കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇവിടെ അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്താണ് ലോകത്ത് ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു രാജ്യം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ 1,84,000 കർഷകരാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ പ്രതികരിക്കുന്നുണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മുമ്പാകെ വെക്കുന്ന അജണ്ട എന്താണ്, അതല്ല ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിധേയമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനോ BJPക്കോ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തില്ല. കോൺഗ്രസ് ഇന്ന് ഭരിക്കുന്നത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ആയിട്ടാണ്, UPA. ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ആ UPA പിരിച്ചുവിട്ട് അതിന്റെ ഘടകകക്ഷികളെല്ലാം ഇപ്പോൾ വ്യത്യസ്തമായി മത്സരിക്കുകയാണ്. അപ്പൊ UPA എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഇപ്പൊ യുണൈറ്റഡ് ഫണ്ടഡ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ കുറെ പണം വിനിയോഗിച്ച് BJPയിൽ നിന്നും മറ്റു ചില തദ്ദേശ പാർട്ടികളിൽ നിന്നും MP മാരെ വിലക്കെടുത്തിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ BJP 1998 മുതൽ 2004 വരെ നമ്മുടെ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. അന്ന് 24 കക്ഷികളായിരുന്നു BJPയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് BJPക്ക് 2-3 കക്ഷികളെ കൂടെ കൂട്ടാൻ തന്നെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് BJPക്കും ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തില്ല. അതുപോലെ തന്നെ ഈ 2 കക്ഷികളും എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനവിഭാഗത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 5 ലക്ഷം യുവാക്കൾ നമ്മുടെ നാട്ടിൽ തൊഴിൽരഹിതരായി, ഇത്രയും ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അവസാന ബജറ്റിൽ പോലും കോൺഗ്രസ് യാതൊരു സമീപനവും എടുത്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ തുടരുന്ന അതേ പോളിസി തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് കനത്ത തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഇങ്ങനെ സിംഹാസനം പ്രതീക്ഷിച്ചിരിക്കുന്ന BJPക്ക് ഇതോടുകൂടി ഡൽഹിയിൽ നിരാശരായതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിരാശരാകേണ്ടി വരും. അവിടെ വരുന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും രാഷ്ട്രീയമായ പ്രാധാന്യം. താങ്കളുടെ പ്രതീക്ഷ ശ്രീ NK സുധീർ, വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് താങ്കളിൽ അർപ്പിച്ചിരിക്കുന്നത്. കാരണം പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ വലിയ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന ആലത്തൂർ മണ്ഡലം, പുതിയ ആലത്തൂർ മണ്ഡലം, ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് താങ്കളിൽ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രതീക്ഷയാണ് ഇതുവരെ താങ്കൾക്ക് തോന്നുന്നത്? എന്തെല്ലാം മുദ്രാവാക്യങ്ങളാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഭൂരിഭാഗം പ്രദേശവും കാർഷിക മേഖലയാണ്. അപ്പൊ ഇവിടെ തിങ്ങിപ്പാർക്കുന്ന കർഷകനും കർഷക തൊഴിലാളിക്കുമെല്ലാം അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആശ്വാസം നൽകുവാനോ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് പ്രതിനിധീകരിച്ച MP മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന UPA ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ജനക്ഷേമപരമായ ഒട്ടനവധി പദ്ധതികളാണ് ഈ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കുമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പാവപ്പെട്ടവരാരും പട്ടിണി കിടക്കരുതെന്ന് കരുതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണമെന്ന് കരുതി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിലൂടെ 50 കോടിയിലധികം ജനവിഭാഗങ്ങൾക്കാണ് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ജീവിത നിലവാരവും ഉയർത്തണം എന്ന ഒരു ഇതോടുകൂടി ഈ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്ന റെക്കമെൻഡേഷൻസ് മുഴുവൻ പ്രാബല്യത്തിലാക്കാൻ ഈ കഴിഞ്ഞ UPA ഗവൺമെൻറ് കഴിഞ്ഞു എന്നതാണ് സത്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, 72,000 കോടി രൂപയിലധികം ആണ് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയിരിക്കുന്നത്. ഇന്ത്യയിലെ കഷ്ടത അനുഭവിക്കുന്ന, ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ബിജു പറഞ്ഞു, ഒട്ടനവധി കർഷകർ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ UPA ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം 72,000 കോടി രൂപയിലധികം കാർഷിക കടങ്ങളാണ് എഴുതിത്തള്ളാൻ UPA ഗവൺമെൻറ് തയ്യാറായത്. മാത്രമല്ല, ഈ കഴിഞ്ഞ UPA ഭരിക്കുമ്പോൾ കേരളത്തിന് മാത്രം ലഭിച്ചിട്ടുള്ളത് 40,000 കോടി രൂപയിലധികമുള്ള. ആ തരത്തിൽ UPA സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന, UPA സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എല്ലാം ഉയർത്തിക്കാട്ടിയായിരിക്കും താങ്കൾ തെരഞ്ഞെടുപ്പിൽ നേടുന്നത്. തികഞ്ഞ ശുഭപ്രതീക്ഷയിലുമാണ് താങ്കൾ. ബിജു അത് കേട്ട് കാണും. ഏറ്റവും ശുഭപ്രതീക്ഷയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ UPA സർക്കാർ നടപ്പാക്കിയ ചില പദ്ധതികളാണ്. അദ്ദേഹം പദ്ധതികളുടെ പേര് എണ്ണി പറയുകയും ഉണ്ടായി. കഴിഞ്ഞ 4.5 വർഷക്കാലം UPA സർക്കാരിനെ പിന്തുണച്ച ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ മത്സരിക്കുന്നു. മൂന്നാം മുന്നണി എന്ന പുതിയ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു മുദ്രാവാക്യം എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും? അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞതിന് എന്ത് മറുപടിയുണ്ട്? കോൺഗ്രസ് 1947 മുതൽ ഇതേപോലുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും തൊഴിൽ മുദ്രാവാക്യം വെച്ചുകൊണ്ട് രാജ്യത്ത് മത്സരിച്ച് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തൊഴിൽരഹിതരായിട്ടുള്ള ആളുകളില്ല. കോൺഗ്രസ് 40-ലധികം വർഷം ഭരിച്ചു. പട്ടിണി പാവങ്ങളില്ല. എല്ലാവരും സമ്പൽ സമൃദ്ധി, മാവേലി നാട് വാണ്ടിരുന്ന പോലെയാണ് ഇപ്പൊ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാദങ്ങളെല്ലാം വിശ്വസിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പാകുമ്പോൾ 10,000, 50,000, 1,00,000 കോടികളെല്ലാം എഴുതിത്തള്ളിയെന്ന് പ്രഖ്യാപിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീമാൻ ചിദംബരത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര കോടി രൂപ എഴുതിത്തള്ളാൻ തീരുമാനിച്ചു, ബഡ്ജറ്ററി പ്രൊവിഷൻ എത്ര ലക്ഷം രൂപയുടെയാണ്, എത്ര കോടിയുടെയാണ്? അദ്ദേഹത്തിന് ഒരു വർത്തമാനം പറയാനില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്നത്. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രബുദ്ധരായിട്ടുള്ള ജനത ഇനിയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഈ 4.5 വർഷക്കാലം കൊണ്ട് സർക്കാർ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തില്ല എന്നങ്ങനെ അടച്ചു പറയാൻ കഴിയും? അതിപ്പോ ഞാൻ അതിനെക്കുറിച്ചൊരു പ്രത്യേക വർത്തമാനം പറയണ്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞു, ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ പിന്തുണ പിൻവലിച്ചതിന് ശേഷം ഇടതുപക്ഷം എന്താണ് പിന്തുണ കൊടുത്തത്? 1998 മുതൽ 2004 വരെ നമ്മുടെ രാജ്യം ഭരിച്ചത് BJP ആണ്. ആ 6 വർഷം കൊണ്ട് രാജ്യത്തെ മതനിരപേക്ഷത തകർക്കുകയും മുസ്ലിം ജനവിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും രാജ്യത്താകെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് ഇനി ആ ഗവൺമെന്റ് രാജ്യത്ത് വന്നാൽ ഇന്ത്യയുടെ മതേതര പാരമ്പര്യം തകരും. അതുകൊണ്ടൊരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് വേണമെന്ന് നിർദ്ദേശം വെച്ച ഇടതുപക്ഷമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മന്ത്രിസ്ഥാനവോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടാവണം, അതിന് പിന്തുണ തരുമെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. ഇഷ്ടപ്പെടാത്ത ചോദ്യം ഇഷ്ടപ്പെടുന്ന ചോദ്യം ഉണ്ടാവും. ജനാധിപത്യ രീതിയിൽ അതിന് സ്വീകരിക്കാൻ കഴിവുണ്ടാവും. 540 MP ജയിച്ചു പോകുന്ന ഈ ഇന്ത്യയിൽ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാധനമാണ് മൂന്നാം മുന്നണി.